ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ നേരത്തെ പഠിച്ച വെരി ചേർത്തിട്ടുള്ള കുറേ വാക്കുകൾ നമ്മൾ പഠിച്ചു, ഒറ്റപ്പദങ്ങൾ പഠിച്ചു. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കിയുള്ള വാക്കുകളും അതുപയോഗിച്ചുള്ള സെൻറ്റൻസുകളും നമുക്ക് പഠിക്കാം. ബോറിംഗ് എന്ന് പറയുമ്പോഴേക്കും വിരസമായ, അനാകർഷകമായ എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ വെരി ബോറിംഗ് എന്ന് പറയുന്ന ആ ഒരു ഒറ്റപ്പദം ഒത്തിരി അനാകർഷകമായ അല്ലെങ്കിൽ ഒത്തിരി വിരസതയുള്ള എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വെരി ബോറിംഗ് എന്ന് പറയുന്ന അതിന്റെ ഒറ്റപ്പദമാണ് ഡ്രാബ്. ഡ്രാബ് ഡ്രാബ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് ഡ്രാബിന്റെ നൗൺ ഫോം ആണ് ഡ്രാബ്നെസ്. അപ്പൊ നമുക്ക് ഡ്രാബ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ പരിശോധിക്കാം. മീറ്റിംഗ് വളരെ വിരസമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ ദ മീറ്റിംഗ് വാസ് ഡ്രാബ് എന്ന് പറയും. ദ മീറ്റിംഗ് വാസ് ഡ്രാബ്. അവൾ വളരെ അനാകർഷകമായിട്ടുള്ള ഒരു വസ്ത്രമാണ് ധരിച്ചിരുന്നത്. വളരെ അനാകർഷകമായിട്ടുള്ള ഒരു വസ്ത്രം ആണ് ധരിച്ചിരുന്നത് എന്ന് പറയുമ്പോഴേക്കും ഷീ വോർ, അവൾ ധരിച്ചു. വേർ എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് വോർ. ഷീ വോർ എ ഡ്രാബ് ഡ്രസ്. ഈ റൂം അനാകർഷകമായി തോന്നി, ഒട്ടും ഇഷ്ടം നമുക്ക് തോന്നാത്ത രീതിയിലുള്ള ഒരു ലുക്ക്. അപ്പൊ എങ്ങനെ പറയും? ദ റൂം ലുക്ഡ് ഡ്രാബ്. ദ റൂം ലുക്ഡ് ഡ്രാബ്. അടുത്ത ഒരു വാക്കാണ് ഹാപ്പി എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം വളരെ സന്തോഷമായ. അപ്പോൾ വെരി ഹാപ്പി എന്ന് പറയുമ്പോഴേക്കും അതിന്റെ ഒറ്റപദമാണ് എലൈറ്റഡ്. സന്തോഷം നിറഞ്ഞു കവിഞ്ഞ, ആഹ്ലാദഭരിതമായ എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന വാക്കാണ് എലൈറ്റഡ് എന്ന് പറയുന്നത്. എലൈറ്റഡ്. അപ്പൊ എലൈറ്റഡ് എങ്ങനെയാണ് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ആ വാർത്ത കേട്ടപ്പോൾ, അതായത് ആ വാർത്തയാൽ തന്നെ അവൻ ആഹ്ലാദഭരിതനായി. എങ്ങനെ പറയും? He was elated by the news. He was elated by the news. അവർക്ക് അവരുടെ പാരൻസിനെ കാണാം എന്നുള്ള ഒരു കാര്യം കേട്ടപ്പോഴേക്കും അവർ ഭയങ്കരമായിട്ട് സന്തോഷഭരിതരായി എന്ന് പറയുമ്പോൾ ആ ഒരു സെൻസിൽ നമ്മൾ എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കുന്നത്? They were elated to see their parents. They were elated to see their parents. കുടുംബത്തിന് ഒത്തിരി സന്തോഷകരമായ ആഹ്ലാദഭരിതമായ നിമിഷങ്ങൾ ഉണ്ടായി. അവർ കുറച്ച് ആഹ്ലാദപരമായിട്ടുള്ള നിമിഷങ്ങൾ ഒരുമിച്ചുണ്ടായി എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെ പറയും? The family had elated moments. The family had elated moments. The family had elated moments. Unpleasant എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഒട്ടും നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള, വെറുപ്പ് വരുന്ന രീതിയിലുള്ള, വെറുപ്പുളവാക്കുന്ന രീതിയിലുള്ള, അറപ്പുളവാക്കുന്ന രീതിയിലുള്ള എന്നൊക്കെ ആ അർത്ഥം വരുന്ന രീതിയിലാണ് നമ്മൾ അൺപ്ലസന്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ അൺപ്ലസന്റ് എന്ന് പറയുമ്പോൾ വെരി അൺപ്ലസന്റ് ആവുകയാണെങ്കിൽ വെരി അൺപ്ലസന്റ്, ഒത്തിരി വെറുപ്പുളവാക്കുന്ന, ഒത്തിരി അറപ്പുളവാക്കുന്ന, ഒത്തിരി ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള എന്നൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും നമുക്കവിടെ ഉപയോഗിക്കാവുന്ന ഒറ്റ വാക്കാണ് ഡിസ്ഗസ്റ്റിംഗ്. ഡിസ്ഗസ്റ്റിംഗ്. ഡിസ്ഗസ്റ്റിംഗ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നോക്കാം. അവന് ഒരു വെറുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു രൂപമാണുള്ളത്, അല്ലെങ്കിൽ ആ ഒരു അവനെ കാണുമ്പോഴേക്കും അങ്ങനെയാണ് തോന്നുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന സെന്റൻസ് ആണ്. He has a disgusting look. He has a disgusting look. ആ ലുക്കിന്റെ ആ ഒരു പ്രത്യേകത എന്താണ്? വെറുപ്പിക്കുന്ന ഒരു രൂപമാണുള്ളത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എനിക്ക് വല്ലാതെ വെറുപ്പ് തോന്നുന്നു. ഐ ഫീൽ ഡിസ്ഗസ്റ്റ്. ഐ ഫീൽ ഡിസ്ഗസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. അവന്റെ പ്രവൃത്തികളൊക്കെ വെറുപ്പിക്കുന്നതാണ്. അതെങ്ങനെ പറയും? ഹിസ് ആക്ഷൻസ് ആർ ഡിസ്ഗസ്റ്റിംഗ്. ഹിസ് ആക്ഷൻസ് ആർ ഡിസ്ഗസ്റ്റിംഗ്. നല്ല ചുണയുള്ള, നല്ല പ്രസന്നതയുള്ള, നല്ല ചൊടിയുള്ള, നല്ല ഉല്ലാസവാനായ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു സെൻസിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് ലൈവ്ലി. ലൈവ്ലി പേഴ്സൺസ് അല്ലെ? ലൈവ്ലി എന്ന് പറയും അതിന്. ഇങ്ങനെയൊക്കെ ചൊടിയുള്ള ഒരു കുട്ടിയാണ് ലൈവ്ലി പേഴ്സൺ എന്നൊക്കെ പറയുള്ളൂ. അപ്പൊ അത് ഇപ്പൊ വളരെയധികം പ്രസന്നതയുള്ള, വളരെയധികം ചുണയുള്ള, അല്ലെങ്കിൽ വളരെയധികം ചൊടിയുള്ള എന്നൊക്കെ ഉള്ള ഒരു സെൻസിൽ വരുമ്പോഴേക്കും ആ വാക്ക് വിവേഷ്യസ് എന്നാണ് പറയുന്നത്. വിവേഷ്യസ്. വിവേഷ്യസ് എന്ന് പറയുന്ന ആ ഒരു പദം ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ ഒന്ന് നോക്കാം. അവൾ നല്ല ചുണയുള്ള പെൺകുട്ടിയാണ്. ഷീസ് എ വിവേഷ്യസ് ഗേൾ. ഷീസ് എ വിവേഷ്യസ് ഗേൾ. നിങ്ങളൊരു ചൊടിയുള്ള, നല്ല സമർത്ഥനായ, നല്ല സാമർഥ്യമുള്ള, നല്ല പ്രസന്നതയുള്ള വ്യക്തിയാണ് എന്നങ്ങനെ പറയും. യു ആർ എ വിവേഷ്യസ് പേഴ്സൺ. യു ആർ എ വിവേഷ്യസ് പേഴ്സൺ. നിങ്ങളുടെ ചുണയുള്ള, ചൊടിയുള്ള,
ആ ഒരു പ്രസന്നതയുള്ള ആ ഒരു കമ്പനി ഞാൻ ഇഷ്ടപ്പെടുന്നു. അതെങ്ങനെ പറയും? ഐ ലൈക്ക് യുവർ വിവേഷ്യസ് കമ്പനി. ഐ ലൈക്ക് യുവർ വിവേഷ്യസ് കമ്പനി. ഇനി അതിശയിപ്പിക്കുന്ന ഒരു വാക്ക്, അതിശയിപ്പിക്കുന്ന എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് അല്ലെ, അതിശയിപ്പിക്കുന്ന, സർപ്രൈസിങ് അല്ലെ, വെരി സർപ്രൈസിങ് എന്നൊന്നാലോ, വളരെയധികം അതിശയിപ്പിക്കുന്ന, അമ്പരപ്പിക്കുന്ന, വളരെ അമ്പരപ്പിക്കുന്ന, വളരെ വിസ്മയിപ്പിക്കുന്ന എന്നൊക്കെയുള്ള സെൻസിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എസ്റ്റോണിഷിങ്. എസ്റ്റോണിഷിങ്. അസ്റ്റോണിഷിങ് എങ്ങനെയാണ് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നത് നോക്കാം. അവന്റെ മാറ്റം അത്ഭുതപ്പെടുത്തുന്നതാണ്. അവന്റെ മാറ്റം എന്ന് വെച്ചാൽ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതാണ്. His change is astonishing. His change is astonishing. ഈ കണ്ടുപിടുത്തം അതിശയിപ്പിക്കുന്നതാണ്. കണ്ടുപിടുത്തം എന്നുള്ള വാക്ക് ഡിസ്കവറി. അപ്പൊ ഈ കണ്ടുപിടുത്തം, ദിസ് ഡിസ്കവറി ഈസ് astonishing. ദിസ് ഡിസ്കവറി ഈസ് astonishing. ഈ കണ്ടുപിടുത്തം വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതാണ്. ആ കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതാണ് അല്ലെങ്കിൽ അമ്പരപ്പിക്കുന്നതാണ് എന്നൊക്കെ പറയുന്നത് എങ്ങനെ? That view is astonishing. That view is astonishing. ഇനി ദേഷ്യപ്പെടുക എന്നുള്ളതിന് നമ്മൾ പറയും ബാഡ് ടെമ്പേർഡ് അല്ലെ, ബാഡ് ടെമ്പേർഡ്. അപ്പൊ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയെ നമ്മൾ ബാഡ് ടെമ്പേർഡ് പേഴ്സൺ എന്നാ പറയുന്നത്. ബാഡ് ടെമ്പേർഡ്. അപ്പൊ വെരി ബാഡ് ടെമ്പേർഡ്, വളരെയധികം ദേഷ്യമുള്ള എന്നുള്ള രീതിയിൽ വരുമ്പോഴേക്കും അതാണ് ഗ്രംപി എന്ന് പറയുന്നത്. ഗ്രംപി. വെരി ബാഡ് ടെമ്പേർഡ്, അതിന്റെ ഒറ്റപ്പദമാണ് ഗ്രംപി. ഗ്രംപി എങ്ങനെയാണ് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നത് നോക്കാം. വളരെയധികം ദേഷ്യപ്പെടുന്ന ഒരാളാകല്ലേ എന്ന് പറയുമ്പോൾ പ്ലീസ് ഡോണ്ട് ബി ഗ്രംപി. പ്ലീസ് ഡോണ്ട് ബി ഗ്രംപി. അവനെ കണ്ടിട്ട് വളരെയധികം ദേഷ്യമുള്ള പോലെ തോന്നുന്നു. അപ്പോൾ ഹി ലുക്സ് ഗ്രംപി. ഹി ലുക്സ് ഗ്രംപി. അവനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു എന്നതാണ് ഹി ലുക്സ് ഗ്രംപി. അവൾക്ക് വളരെ അമിതമായിട്ടുള്ള ദേഷ്യം തോന്നി. ഷീ ഫെൽറ്റ് ഗ്രംപി. ഷീ ഫെൽറ്റ് ഗ്രംപി. സീരിയസ് എന്ന് പറഞ്ഞാൽ ഗുരുതരമായ എന്നുള്ളതാണ്. അപ്പൊ അതീവ ഗുരുതരമായ, അതീവ ഗൗരവമായ, ഉത്കണ്ഠാജനകമായ എന്നൊക്കെയുള്ള സെൻസിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. അതിനാണ് പറയുന്നത് ഗ്രേവ്. ഗ്രേവ്. അപ്പോൾ വെരി സീരിയസ് എന്നതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പദമാണ് ഗ്രേവ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രേവ് ഉപയോഗിച്ചുള്ള സെന്റൻസുകൾ നോക്കാം. ഈ പ്രശ്നം ഗുരുതരമാണ്, അതീവ ഗുരുതരമാണ് എന്നെങ്ങനെ പറയും? ദ പ്രോബ്ലം ഈസ് ഗ്രേവ്. ദ പ്രോബ്ലം ഈസ് ഗ്രേവ്. അവനെ കണ്ടിട്ട് വളരെ ഗൗരവമുള്ള ഒരു പ്രകൃതിയായിട്ട് തോന്നുന്നു എന്നെങ്ങനെ പറയും? അവന് അങ്ങനത്തെ ഒരു ലുക്കാണുള്ളതെന്ന് പറയും അല്ലെ. അവനൊരു ഭയങ്കര ഗൗരവ പ്രകൃതിയാണ് എന്നൊക്കെ പറയുമ്പോ എങ്ങനെ പറയും? ഹി ഹാഡ് എ ഗ്രേവ് ലുക്ക്. ഹി ഹാഡ് എ ഗ്രേവ് ലുക്ക്. ഇത് വളരെ ഗുരുതരമായ, അതീവ ഗൗരവമുള്ള ഒരു തെറ്റാണ് എന്നെങ്ങനെ പറയും? ഇറ്റ് ഈസ് എ ഗ്രേവ് മിസ്റ്റേക്ക്. ഇറ്റ് ഈസ് എ ഗ്രേവ് മിസ്റ്റേക്ക്. ഈ സിറ്റുവേഷൻ വളരെ ഗൗരവമുള്ളതായി കാണപ്പെടുന്നു എന്നെങ്ങനെ പറയും? ദ സിറ്റുവേഷൻ സീംഡ് ഗ്രേവ്. ദ സിറ്റുവേഷൻ സീംഡ് ഗ്രേവ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വെരി ചേർത്തിട്ടുള്ള കുറേ വാക്കുകൾ പഠിച്ചു. അപ്പോൾ ഈ വാക്കുകളൊക്കെ നിങ്ങളുടെ സംസാരത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.